ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ചുമ്മാ ഒരു സൈക്കിൾ റൈഡിന് ഇറങ്ങിയിരിക്കുകയാണ്. സോ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. പപ്പ അത് എങ്ങോട്ടൊന്നുമില്ലാതെ സൈക്കിൾ ചവിട്ടി പോകുന്നു. ഒരു സൈക്കിളും ഉണ്ട്, കുറേ പേരും ഉണ്ട്. അപ്പോൾ ഭയങ്കര വെയിലുമാണ്. സോ ഐ തോട്ട് നിങ്ങളെയും കൂടിയും അത് കാണിക്കാമെന്ന്. പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ സൈക്കിൾ ചവിട്ടി പോവാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ളത് ഈ പാർക്കാണ്. ഞാൻ പോയപ്പോൾ ഈ പാർക്ക് ഇവിടെ ആയിരുന്നില്ല, കുറച്ച് അപ്പുറമായിരുന്നു. ബാക്ക് സൈഡ്. അപ്പോൾ ഈ പാർക്ക് ഇവിടെ ആയിരുന്നില്ല ഞാൻ പോയപ്പോൾ. പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ അല്ല, കുറച്ച് നീങ്ങിയിട്ടായിരുന്നു. ഈ കളിക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ഈ സാധനം ആക്ച്വലി ഇങ്ങനെ ആയിരുന്നില്ല. കുറച്ച് നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ഒരു സാധനം ഒരു ചെറുതായിട്ട് ഒരു സൈഡിലായിരുന്നു. ഇപ്പോൾ ഇത് കറക്റ്റ് നടുക്കിലോട്ടാക്കി കുറച്ചും കൂടി ഒരു എസ്തെറ്റിക് ആക്കിയവർ. അല്ലേ മമ്മി? മമ്മി ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല അല്ലേ? ലിപ്സ്റ്റിക് ഇടാറില്ല. സോ വാട്ട് യു വാണ്ട് ടു ടോക്ക് അബൌട്ട് മോം? ബ്യൂട്ടിഫുൾ ഈവനിങ് ഇന്ന് എല്ലാ ഈവനിങ്ങും മമ്മി ഇങ്ങനെയാണോ മനോഹരമാക്കാറ്? ഇവിടെയാണുള്ള ഓഫുള്ള ദിവസങ്ങൾ കുറച്ചൊക്കെ ശ്രമിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് പുറത്തിറങ്ങി ഒന്ന് ഒരു ചെറിയ വാക്കിനൊക്കെ പോയിട്ട് ചിലപ്പോൾ സൈക്കിളൊന്ന് പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. കൂടെ പപ്പേനെ നോക്കി സൈക്കിളായിട്ട് പഠിക്കുകയാണ്. പപ്പ എന്നെ സൈക്കിൾ പഠിപ്പിക്കാൻ വരുന്നതാണ്. ഇന്ന് നമുക്ക് മമ്മീനെ സൈക്കിൾ പഠിപ്പിക്കാം. അതാണ് ഈ വ്ളോഗിന്റെ ഉദ്ദേശം, അല്ല ഡാഡ്? ഹായ് ഡാഡ്, സേ സംതിങ്. ഹായ്. മമ്മിയെ സൈക്കിൾ പഠിപ്പിക്കുന്ന ദിവസമാണ്. അതാണ് ഇന്ന് നമ്മുടെ ലക്ഷ്യം. മമ്മിക്ക് സൈക്കിൾ ബാലൻസ് ഇല്ല, സ്കൂട്ടി ഓടിക്കാൻ അറിയില്ല, അന്ന് കാർ ഓടിക്കാൻ അറിയാം. നല്ലപോലെ അറിയാം. നല്ലപോലെ വേണമെന്നില്ല, അറിയാം, അത്ര മതി. അഹങ്കാരം വേണ്ട. അപ്പൊ മമ്മിക്ക് കാർ ഓടിക്കാൻ അറിയാം. അത്യാവശ്യം ഓടിക്കും. പപ്പ നന്നായിട്ട് ഓടിക്കുമല്ലോ മമ്മി. ഓക്കെ, അപ്പൊ നമ്മൾ ഞാൻ ഒരു റൗണ്ട് ഒന്ന് സൈക്കിൾ ഔട്ടട്ടെ കേട്ടോ. ഞാൻ ഒരു റൗണ്ട് സൈക്കിൾ ഔട്ടട്ടെ. ആ പെണ്ണിനെ കിട്ടും. ഇത് എന്തൊരു തേങ്ങ മമ്മി. ഇത് ആക്ച്വലി നൈസ്, പക്ഷെ നമ്മുടെ നാട്ടിലെ പോലത്തെ സൈക്കിൾ എല്ലാം തോന്നും. ഇത് കൊള്ളാല്ലേ പപ്പ? എങ്ങോട്ട് മറിക്കോ അത് വല്ലതും അറിഞ്ഞിട്ടാണോ? പോരട്ടെ. സൈക്കിൾ അത്ര സുഖമുള്ള ഒരു സൈക്കിൾ ഓടിക്കാൻ അറിയാച്ചല്ലോ. പോരട്ടെ. അല്ല, ഞാൻ ഓടിച്ചു നോക്കാം. മമ്മി ഫസ്റ്റ് എപ്പോഴും അത് കയറ്റി കുറച്ച് കയറ്റിച്ച് അവിടെ വെക്ക്. എന്നിട്ട് ചവിട്ട് ഉന്ത് അങ്ങോട്ട് പോട്ടെ. അടുത്തത് ഉന്ത്, അടുത്തത് ചവിട്ട്. അടുത്തത് ചവിട്ട്. മമ്മിക്ക് അറിയാലോ. അറിയാം മമ്മിക്ക് കുറച്ചൊക്കെ ബാലൻസ് കിട്ടി. സോ നത്തിങ് ടു വെറി അബൌട്ട്. മിക്കപ്പോ വീഡിയോ എടുത്താലേ കുത്തിയല്ലേ ഡാഡി? അങ്ങനെ അങ്ങോട്ട് പോയാൽ മതി. പോട്ടെ അങ്ങോട്ട്. Come on mom. പൊക്കട്ടത്തിന് ഗിയർ മാറാനൊന്നുമില്ല. I don't know, she's struggling with the cycle and pedals here. മമ്മി രണ്ടെണ്ണല്ലേ ചവിട്ടിയുള്ളൂ, അടുത്തങ്ങോട്ട് പോരട്ടെ. ഇച്ചിരി കൂടെ ഇറക്കം കുറഞ്ഞെങ്കിൽ ചെറുതായിരുന്നെങ്കിൽ എനിക്ക് പറ്റിയാണ്. മാറിയുന്നത് എൻ്റെ അടുത്ത് നിന്നിട്ടുള്ള സർക്കിളൊക്കെ പിടിക്കണമെന്നുണ്ട്. മമ്മി സൈക്കിൾ തന്നെയല്ലേ ഓടിക്കണേ. അത് കഴിഞ്ഞപ്പോഴേക്കും ഏഞ്ചൽ വന്നു. അവൾക്ക് സൈക്കിൾ ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെയും കൂടി ബാക്കിലിരുത്തിയിട്ട് അവളൊരു കുറച്ച് നേരം പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞ് നടന്നു വരാൻ. എന്നിട്ട് അവൾ സൈക്കിളോട്ട് തിരിച്ചു പോന്നു. വി ആർ ട്രാപ്ഡ്. ഞാൻ എൻ്റെ മസിൽ മെമ്മറി ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ്, ബട്ട് ഇറ്റ് ഡസൻറ്റ് വർക്ക്. അത് ശരിയായില്ല. അപ്പം നമ്മൾ പുറത്ത് നിൽക്കുകയാണ്. ഗായ്സ്, നമ്മുടെ സൈക്ലിംഗ് ഒക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ചു. നമ്മൾ ഒത്തിരി ചവിട്ടി വയ്യാതെയായി. അത് കഴിഞ്ഞ് ഏഞ്ചലും എന്നെ കൊണ്ടുവന്ന് പോയി വീഴ്ത്തിയിട്ടു. നിങ്ങളൊന്ന് എനർജറ്റിക്കായിട്ടിരിക്കോ? ഭക്ഷണം കഴിച്ചില്ല. പപ്പന് ഭക്ഷണം ഏഞ്ചൽ ഈസ് ഓൺ ഡയറ്റ്. മിണ്ടാടെ നിന്നിങ്ങോട്ട് വന്ന് നിങ്ങൾ എനർജറ്റിക് ആയിട്ട് ഇരിക്കേ. യു ഗൈസ് ഷുഡ് ബി എനർജറ്റിക് എവറി ടൈം. നമ്മൾ ഫിഷിങ്ങിന് പോവാണ്. എവിടെ പോവാണ്? ഫിഷിംഗ്. എന്താ പറഞ്ഞത് ഇപ്പൊ തന്നെ? ഞാൻ ഈ സീറ്റിൽ ഇരിക്കാനുള്ള
ഗൈസ് നമ്മൾ ഇന്ന് ഫിഷിങ്ങിന് പോവാണ് അല്ല ഡാഡ്? അപ്പൊ ഏഞ്ചൽ നമ്മളിന്ന് ഫിഷിനെ പിടിക്കാൻ കുറച്ച് ദൂരെയുള്ള ഒരു പ്ലേസിൽ പോവാണ്. പിന്നെ ഏത് ഫിഷിനെ കിട്ടുന്നാണ് പപ്പ വിചാരിക്കുന്നത്? എന്ത് സീലുണ്ടാവുന്നതാണ് ബാസ. അവർക്ക് ബാസിനെ കിട്ടിയെന്ന് അവർ പറയുന്നു. ഒരു 5 മണിക്കൂർ നിന്നിട്ടാണ് ഒരെണ്ണത്തിന് ഫിഷിംഗ് മീൻസ് ലോട്ട് ഓഫ് പേഷ്യൻസ്. നമ്മൾ ഒത്തിരി നേരം കഷ്ടപ്പെട്ട് അവിടെ വെറുതെ ഇരുന്നാലാണ് ഏതെങ്കിലും ഒരു ഫിഷ് അതിനകത്ത് കുളത്ത് പിടിക്കത്തുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ ഫിഷിനുള്ള എര എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തിട്ടുള്ളത് എർത്ത് വേമാണ്. അത് എവിടെ നിന്ന് നമുക്ക് കിട്ടി മമ്മി? നമ്മുടെ ഗാർഡനിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുത്തു. നമ്മുടെ ഗാർഡനിൽ നിന്ന് ഞാൻ നോക്കിയപ്പോ പപ്പ ഇങ്ങനെ കുഴിച്ച് തോണ്ടി എടുത്തത് കാണിച്ചു കൊടുക്കുക. എന്നെ കാണിച്ചു കൊടുക്കുക. മണ്ണിട്ട് മൂടിയിരിക്കാം. ആ മണ്ണിട്ട് മൂടി നമ്മൾ ഇതിന്റെ അകത്ത് പിടിച്ചു വെച്ചിരിക്കാണ് അവനെ. സോ ഇന്ന് ഇതൊന്ന് കാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഏതെങ്കിലും മീനെ കിട്ടും. അതല്ല ഞാൻ പറഞ്ഞത്. പൊട്ടത്തിന് തീറ്റ് വെക്കാം. എങ്ങനെയുണ്ട് തന്നെ കാണാൻ. ഓ സോറി. ഇന്ന് ഫിഷിനെ കിട്ടുമല്ലോ എന്ന് കണ്ടറിയാം. ബൈ. ആ എന്തൊരു ഒത്തൊരുമ. മമ്മിക്ക് ഇപ്പൊ ഏഞ്ചലിന് വിശക്കണോന്ന് പറയുമ്പോ മമ്മിക്ക് ഒരു വിഷമം വരുന്നില്ല. ഓക്കെ സോ നമ്മൾ വല വീശാൻ പോവാണ്. വീശ് അയ്യോ സോറി. സാധനം കിട്ടി ഏഞ്ചല. മീൻ എപ്പോഴാ കിട്ടാ? ഏഞ്ചല് റെസ്റ്റ് എടുക്കാൻ പോവാണ്. നമ്മൾ മീനെ കിട്ടുമെന്ന് നോക്കിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. അവൾ എത്ര വട്ടം സൈക്കിൾ ചവിട്ടി മമ്മി? പിന്നെ അത് ഇത്തിരി നേരമല്ലേ ചവിട്ടിയുള്ളൂ. ഗൈസ് അപ്പൊ നമുക്ക് മീനെ ഒന്നും കിട്ടാത്തത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എരേനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. എര ഇവന് ഓടുന്നുണ്ടോ പാപ്പ? ജീവനുള്ള എർത്ത് വേമിനെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അറ്റത്ത്. സോ ലെറ്റ്സ് ഹോപ്പ് ഇത്തവണെങ്കിലും നമുക്ക് മീൻ കിട്ടുന്നു. വലിച്ചിടും. ഇനി ഞാൻ ഇത്തിരി മാറിപ്പോട്ടെ, അല്ലെങ്കിൽ ഇത് ഫിഷിങ് ചെയ്യണമെങ്കിൽ നമുക്ക് ആക്ച്വലി അതിന് ലൈസൻസ് വേണം. ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ എല്ലാവർക്കും പോയിട്ട് ചൂണ്ടിടാനൊന്നും പറ്റത്തില്ല. എക്സാക്ട് അതിൻ്റെ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമാണ് ഇങ്ങനെ വന്നിട്ട് ചൂണ്ടിടാൻ പറ്റത്തുള്ളൂ. അപ്പം എനിക്കൊന്നും ലൈസൻസ് ഇല്ല, ഇവർക്കൊക്കെയാണ് ലൈസൻസ് ഉള്ളൂ. അപ്പോൾ ഇവരൊക്കെ ഇടും, ഞാൻ വെറുതെ സൈഡിൽ ഇങ്ങനെ നിൽക്കും. അതിനൊന്ന് തൊടാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. നമ്മൾ 3 പേരും ഇവിടെ ഇങ്ങനെ ഇരുന്ന് കുറേ നേരമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് ഇട്ടിരിക്കണ ബോൾ ഇങ്ങനെ താഴോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. What nonsense are you doing here, Angel? ഇതൊക്കെ പഠിച്ചിട്ട് അതിൽ എല്ലാരും കേക്കട്ടെ. ഗൈസ് ഫിഷിങ്ങിന് വന്നപ്പോ ഇങ്ങനെ ഒരു പണിഷ്മെന്റ് തരുന്നു ഞാൻ വിചാരിച്ചില്ല. ഇവിടെ റേഞ്ച് ഇല്ലാത്തൊരു മമ്മി എന്ത് മമ്മി തന്നെ പാട്ട് പാടിയിട്ടുള്ള പല പല സോങ്ങുകൾ വെച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു. സോ വി ആർ ഹിയർ ലിസ്ണിംഗ് ടു മോം സോങ്സ്. ആ പാട്ടിട്ടല്ല കോപ്പറേറ്റ് അടിക്കും കോപ്പത്തി. മമ്മി എനിക്ക് എന്തൊരു തടിയാണുള്ളത്. എനിക്ക് എവിടെ കൊണ്ടാ തടിയുള്ളത് അത് പറ. ഞാൻ പപ്പയും കൂടെ നടക്കാൻ പോവാ. അപ്പോൾ നമ്മളോട് മമ്മിയുടെ സോങ് വെക്ക്, പ്രേക്ഷകർ കേൾക്കട്ടെ. പക്ഷേ അവരവിടെ ചൂണ്ടിടാൻ കുറെ നേരം നോക്കുന്നു. 1 മണിക്കൂർ കഴിഞ്ഞു, ഒന്നും സംഭവിച്ചിട്ടില്ല. എനിക്ക് വെയിറ്റ് ഇല്ല എന്ന് പറഞ്ഞില്ലേ മമ്മി? ഒരു വർഷത്തേക്കല്ലേ? So let's get started. Mom, Dad, good luck. ഇത് കരയിലിടാനുള്ള മത്സരമല്ലത്. ഇന്നലെ നമുക്ക് ഫിഷൊന്നും കിട്ടിയില്ല. ഞാൻ ആ വ്ളോഗ് ഫിനിഷ് ചെയ്തില്ല, കാരണം നമുക്ക് ഫിഷൊന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ വ്ളോഗ് ഫിനിഷ് ചെയ്തില്ല. അപ്പം ഞാൻ ഇപ്പം അത് ഫിനിഷ് ചെയ്യുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗ്. അപ്പം ഇന്നിപ്പോൾ എണീറ്റ് നെക്സ്റ്റ് ഡേ ആയി. പപ്പ ഇവിടെ യോഗ ചെയ്യുന്നു. Hi Dad, good morning. Hi, good morning. Oh yeah.
പപ്പ അതിന് ഇവിടെ യോഗ ചെയ്യാം. അപ്പൊ മുട്ട വറുക്കാനല്ല പപ്പയുടെ ജീവിതം, അല്ല ഡാഡി? പപ്പയുടെ ജീവിതം കരാട്ടയ്ക്കും യോഗയ്ക്കും ആയിട്ട് ഉഴിന്ന് വെച്ചിരിക്കുകയാണ്. ഉഴിന്ന് പപ്പ മുട്ട പൊരിക്കാൻ പോവാണല്ലേ. ഓ മൈ ഗോഡ്, ആമ്പല് നമ്മൾ പറിച്ചോണ്ട് വന്നിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് ഇവിടെ സ്ട്രോബെറീസ് ഉണ്ട്. അതില് സ്ട്രോബെറി ഉണ്ട്, അതെന്താ പറയാ? ഞാൻ 3-4 അത് ഞാൻ കണ്ടില്ല. ചീത്തയായി പോയി. അയ്യോ, ഈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞ സ്ട്രോബെറിക്ക്. അപ്പൊ ഇവിടെ കുറെ നമുക്ക് സ്ട്രോബെറീസ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ ഞാൻ ഒരു ഡീറ്റെയിൽ വ്ളോഗായിട്ട് നിങ്ങൾക്ക് ചെയ്ത് തരുന്നതാണ് ഇതൊന്നും പോയിട്ടില്ലെങ്കിൽ. So thank you so much for watching this video. If you like this video, don't forget to like, share and subscribe.